ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ഹാർബർ ഫ്രണ്ട് സെൻറ്റർ. ഹാർബർ ഫ്രണ്ട് സെൻറ്റർ എന്ന് പറഞ്ഞപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറേ ബോട്ടുകളും അതേപോലെ തന്നെ ചെറിയ ചെറിയ ഷിപ്പുകൾ പോകുന്നത് കാണാം. പിന്നീട് ഇവിടെ മെയിനായിട്ട് കണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ചെറിയ ബോട്ടുകളാണ്. ഇതിന് ബോട്ടെന്നല്ല പറയുന്നത്, ഇവിടെ പറയുന്നത് കെനു അല്ലെങ്കിൽ കയാക്ക് എന്നാണ് പറയുന്നത്. അതിന് ഡിഫറൻസ് ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷേ ഇത് രണ്ടും ഇവിടെ ഉണ്ട്. നമ്മൾ ബോട്ടിലൊക്കെ പോകുമ്പോഴത്തേക്ക് ബോട്ടിംഗ് എന്നാണ് പറയുന്നത്. അപ്പം ഈ കയാക്ക് കൊണ്ട് പോകുന്ന സംഭവത്തിനെ പറയുന്ന പേര് എന്ന് പറയുന്നത് കയാക്കിംഗ് എന്നാണ്. പൈറേറ്റ്സ് ഓഫ് ദ കരീബിയൻ എന്നുള്ള മൂവിയിലെ ഒരു ഷിപ്പുണ്ടല്ലോ, അതാണ് എനിക്ക് പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. ഹാർബർ ഫ്രണ്ട് എന്ന് പറയുന്ന സ്ഥലം നോർത്തേൺ ഷോർ ഓഫ് ലേക്ക് ഒണ്ടാരിയോയുടെ നെയ്ബർഹുഡായിട്ടുള്ള സ്ഥലമാണ്. വിത്തിൻ ഡൗൺ ടൗൺ കോറിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്തിരിക്കുന്നത്. പാർട്ട് ഓഫ് ടൊറൻറ്റോ വാട്ടർ ഫ്രണ്ട് ആണ്. കുറച്ച് ഹിസ്റ്ററിയൊക്കെ ആയിപ്പോയല്ലേ. ഇത് ഞാൻ വളരെ കഷ്ടപ്പെട്ട് വിക്കിപീഡിയ നോക്കി വായിച്ചതാണ്. ഈ സൈഡിലായിട്ട് നിൽക്കുന്ന കുത്തനെയുള്ള ഈ ബിൽഡിംഗ് എന്ന് പറയുന്നത് CN ടവറാണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. അത് ഞാൻ ഒന്നും കൂടെ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ CN ടവറിൽ നമുക്ക് ഇതുവരെയായിട്ട് പോകാൻ പറ്റിയില്ല, കോവിഡിൻ്റെ റെസ്ട്രിക്ഷൻ കാരണം. ഇത് ഹാർബർ ഫ്രണ്ടിൻ്റെ ഒരു പാർട്ടാണ്. ഈ ഒരു പ്ലേസിനെ പറയുന്ന പേരെന്ന് പറയുന്നത് ബീച്ച് പാർക്ക് എന്നാണ്. നല്ല തണുത്ത കാറ്റൊക്കെ കിട്ടി മൈൻഡൊക്കെ റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇത്. നിങ്ങളിപ്പം വിചാരിച്ചാണ് ഈ ബോട്ടിലൊക്കെ കയറി ഈ ആൾക്കാരൊക്കെ എവിടാ പോകുന്നതെന്ന്. വേറെ എവിടെയല്ല, ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ടൊറൻറ്റോ ഐലൻഡ് ഉണ്ട്, ഒരു ചെറിയ ഐലൻഡ് ഉണ്ട്. ഈ ദൂരം നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് തന്നെ എയർപോർട്ടും ഉണ്ട്. അതുകൊണ്ടാണ് ചെറിയ ചെറിയ പ്ലെയിൻ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഗായ്സ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാനിപ്പം അപ്പുറത്തെ സൈഡിൽ ഐലൻഡിൽ പോയിട്ടുള്ള വീഡിയോ ഒക്കെ ഇടുന്നുണ്ടെന്ന്. അത് നമുക്കൊരു അടുത്ത വീഡിയോയിൽ നമുക്ക് ഇടാം കേട്ടോ. ആക്ച്വലി നമ്മൾ അവിടെ ഇപ്പോൾ പോകുന്നില്ല. ഇവിടുത്തെ മിക്കുള്ള ബീച്ചിലും ഇങ്ങനെ പല കളർ അടിച്ച ചെയേഴ്സാണ് കാണുന്നത്. അതുകൊണ്ട് വളരെ ഭംഗിയാണ് കാണാൻ തന്നെ. അപ്പോൾ ഗായ്സ്, ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു സ്ഥലത്ത് കാണാൻ പറ്റിയ സ്ഥലങ്ങളെന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പാർട്ടും കൂടെ ഉണ്ട്, അവിടെയാണ് മെയിനായിട്ട് ഇവൻറ്റ്സ് ഒക്കെ നടക്കുന്നത്. അത് നമുക്ക് പോയി കാണാം. അപ്പം നമുക്ക് ചെറുതായിട്ട് ഗൈസ് വിശന്ന് തുടങ്ങി. അതുകൊണ്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഞങ്ങളിത് ട്രൈ ചെയ്യുന്നില്ല. അപ്പുറത്തായിട്ട് ഒരു അടിപൊളി ഐസ്ക്രീം കടയുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ചെറുതായിട്ട് ലൈറ്റായിട്ട്, വളരെ ലൈറ്റായിട്ട് ഒരു ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചു. അതാണ്ട് ഈ കാണുന്നതാണ് ഐസ്ക്രീം ഷോപ്പ്. ഐസ്ക്രീമൊക്കെ കണ്ടപ്പം ബാക്കി കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി മറന്നുപോയി. അപ്പം ഇതാണ് ഹാർബർ ഫ്രണ്ടിൻ്റെ മറ്റൊരു ഭാഗം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു 360 ഒരു ഡിഗ്രി വരുന്ന വ്യൂ നമുക്ക് കണ്ടു കളയാം. അപ്പം ഇവിടെ നിന്നാലും എവിടെ നിന്നാലും ഡൗൺ ടൗണിൻ്റെ എവിടെ നിന്നാലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് CN ടവർ.
അപ്പം ഇവിടെ വരുന്ന ആൾക്കാരെല്ലാം എപ്പോഴും ഫോട്ടോയും വീഡിയോയും അല്ലെങ്കിൽ റീൽസും ഒക്കെ ഇടുന്ന ഒരു ഭാഗമാണ് CN ടവർ. അപ്പോൾ ഈ ഐസ്ക്രീം ഷോപ്പിൽ പല പല വെറൈറ്റീസ് ഓഫ് ഫ്ലേവേഴ്സ് ഉണ്ട്. അപ്പം നമ്മൾ ഇന്ന് ചൂസ് ചെയ്തേക്കുന്നത് വാട്ടർമെലൺ ഫ്ലേവറാണ്. അപ്പം ചേട്ടൻ ഇവിടെ ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും നമുക്ക് വേറെ പണിയൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് വേറെ സ്ഥലമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കാണാം. സ്ഥലമൊന്നുമല്ല, ഇതിൻ്റെ അടുത്ത് തന്നെ ഞാൻ നിൽക്കുകയാണ്. ഇതാണ് ഇവിടെ ഇവൻറ്റ്സ് ഒക്കെ നടക്കുന്ന സ്ഥലം. അയ്യോ നോക്ക്, ദാ ചെറിയൊരു പ്ലെയിൻ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും ഗൈസ്. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഐസ്ക്രീമിലേക്ക് കിടക്കാം. അടിപൊളി വാട്ടർമെലൺ ഫ്ലേവറുള്ള ഐസ്ക്രീം. ഇതാണ് ഹാർബർ ഫ്രണ്ട് സെൻറ്ററിൻ്റെ മെയിൻ സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഇവിടെയായിട്ട് മെയിനായിട്ട് ഇവൻറ്റ്സ് ഒക്കെയാണ് നടക്കുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ദാണ്ട് ഇവിടെ ചെറുതായിട്ട് ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, അവർക്ക് പാറ്റിയോ സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ ആൾക്കാരൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഈ വീഡിയോ ഒക്കെ എടുക്കുന്നതിന് മുന്നേ ഒരു പ്രാവശ്യം ഞാനിവിടെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ വേറൊരു റെസ്റ്റോറൻറ്റ്, ഒരു ഇന്ത്യൻ റോട്ടി ഹൗസ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടുത്തെ ഞങ്ങൾ ബട്ടർ ചിക്കൻ റൊട്ടിയാണ് മേടിച്ചത്. അത് മേടിച്ചിട്ട് ഇതാണ്ട് ഞങ്ങൾ ഈ സൈഡിൽ വന്നിരുന്ന് കഴിച്ചു. അപ്പം അവിടുത്തെ ഫുഡ് ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ നല്ല ഫുഡാണ്. ഇനി നമുക്ക് കുറച്ച് നൈറ്റ് വിഷ്വൽസ് കാണാം. ബിൽഡിങ്ങിൻ്റെ ലൈറ്റൊക്കെ ഉണ്ടായതുകൊണ്ട്, പിന്നെ ഇവിടെ മൊത്തത്തിൽ ലൈറ്റൊക്കെ ഉണ്ടായതുകൊണ്ട് നല്ല അടിപൊളി കിടിലം വ്യൂസാണ് മൊത്തം. അപ്പം അതൊന്ന് നമുക്ക് കണ്ടു കളയാം. അപ്പം ഗായ്സ്, നിങ്ങളിപ്പോൾ ഒരു 360 ഡിഗ്രി വ്യൂ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് ഈ ഹാർബർ ഫ്രണ്ട് സെൻറ്ററിൻ്റെ ചുറ്റുവട്ടത്തുമുള്ള സംഭവങ്ങൾ. ഐലൻഡിലൊക്കെ കയറി പോകാവുന്നതാണ്, പക്ഷേ ഇപ്രാവശ്യം നമ്മളത് പോകുന്നില്ല. ഗായ്സ്, നമുക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഫുഡ് അടിയാണ്. മെനു ഒക്കെ നോക്കിയിട്ട് നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം. അപ്പോൾ കഴിക്കാൻ വന്നേക്കുന്ന പ്ലേസിൻ്റെ പേരാണ് ഷൂലെസ് ജോസ്. ഇവിടെ നമ്മൾ ഫസ്റ്റിൽ ഓർഡർ ചെയ്തത് ബ്ലൂ കളറിലെ കോക്ടെയിലാണ്. ഇതിൻ്റെ പേര് ജംബോ ബ്ലൂ ഫ്രീസി ബോൾ എന്നാണ്. നമ്മൾ ഇതിൻ്റെ വലിയ ബോളല്ല, റെഗുലർ സൈസാണ് ഓർഡർ ചെയ്തത്. പിന്നീട് കോളിഫ്ലവർ വെച്ച് പൊരിച്ചൊരു സംഭവം എനിക്ക് അധികം ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളിവിടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് കാറിൽ കയറി നമ്മളിനി വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം മെയിനായിട്ട് പറയേണ്ട കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്, അതൊന്ന് പറഞ്ഞ് തീർന്നോട്ടെ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തുക. അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. ബാക്കിയുള്ളവരെല്ലാം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. ഇതൊക്കെയാണ് നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. അതുവരേക്കും ബൈ ബൈ.